yes. I will take care of it. യെസ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് വിശ്വസിച്ചാണല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ടോണി What happened? Can you go to the hospital? ഹോസ്പിറ്റലൊന്നും അല്ല. ദേ എനിക്ക് ആ റിമോട്ട് ഒന്ന് എടുത്തു തരുമോ? ഇത്രേ ഉള്ളോ? That plan works for me. എനിക്ക് വിശക്കുന്നു. അനു, ഈ കോൾ ഒന്ന് കഴിഞ്ഞിട്ടെ പ്ലീസ്. അയ്യോ എനിക്ക് വിശക്കുന്നെന്ന്. ഓക്കേ, ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ അമ്മേ, എനിക്ക് വയ്യ അമ്മേ. ഇന്നും കൂടി ഞാൻ അങ്ങ് അപ്പടി ഓക്കാനിച്ചു. എനിക്ക് വയ്യത് എത്ര നാളെന്ന് വെച്ചാ എന്നെ കൊണ്ട് വയ്യ. സാരമില്ല മോളെ, ഇതൊക്കെ ആദ്യത്തേതല്ലേ. അപ്പൊ ഇതൊക്കെ പതിവാ. എനിക്ക് നിന്റെ ചേച്ചി പണ്ട് വയറ്റിലുണ്ടായിരുന്നപ്പോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാന്ന് അറിയാവോ. സാരമില്ല. ആയിക്കോട്ടെ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. എനിക്ക് ഇപ്പൊ വർത്താനം ഒന്നും പറയാൻ വയ്യ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാം. മോള് വെക്കുവാണോ? വെക്കുവാ. ആണോ? മമ്മി പിന്നെ വിളിക്കാം. ശരി. ശരി എന്നാ. ഓക്കെ അമ്മേ, ബൈ. ഈ ഓക്കാനും ഒക്കെ സഹിക്കാം. ഈ ചുറ്റുമുള്ള മനുഷ്യരുടെ ഞങ്ങളൊക്കെ പണ്ട് ചരിത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതാണ് ചൂടുള്ള ചപ്പാത്തി. മതി എനിക്ക് മതി. ഫിഷ് കറി കഴിക്കാൻ ആഗ്രഹം അല്ലേ? മീൻകറിയുടെ ആ കൊടംപുള്ളിയുടെ മണം അടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. എനിക്കൊന്നും വേണ്ട മീൻകറി. പക്ഷെ എത്ര നാളായി നല്ലൊരു ഫിഷ് കറി കഴിച്ചിട്ട്. ഇതേ ഞാൻ തലക്കെട്ടോണം വെച്ച് തരും. മര്യാദയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തന്നെ ഒരു 5-6 മാസമായി. അപ്പോഴാണ് ഫിഷ് കറി. ഞാനൊരു ചായ ഇടട്ടെ? എന്തോ വേണേലും ഇട്ടോ. പക്ഷെ അതെ ആ എക്സോസ്റ്റ് ഫാൻ ഒന്നും ഇടണേ. ഇതിന്റെ മണം അടിച്ചാൽ ഞാൻ പിന്നെയും ഛർദ്ദിക്കും. Hey, Anu, did you see Saji's text? ഇല്ല, എൻ്റെ ഫോൺ അപ്പുറത്ത് ചാർജിങ്ങിന് വെച്ചേക്കാം. വല്ലോ കരോക്കെ പാർട്ടി ആയിരിക്കും. അതിന്റെ കാര്യം പറയാനായിരിക്കും. അല്ല. I think they're planning a barbecue in the park. Sajiയുടെ സിസ്റ്റർ എന്തോ വന്നിട്ടുണ്ട്. ഞാനില്ലെന്നേ. But they've been asking about you. ഞാൻ ഈ പാർക്കിൽ ഈ ഉരുണ്ടുരുണ്ട് നടന്ന് വന്ന് ആ ബാർബിക്യൂവിന്റെ മണം അടിച്ചാൽ പിന്നെ ഞാൻ കിടന്ന് ഛർദ്ദിക്കും. എനിക്ക് വയ്യ. Okay, I'll let them know. അതെ അതെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ എന്താ പറ്റിയത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ? അതുണ്ട്. അതെ, എന്റെ ഫോൺ ഒന്ന് എടുത്തോണ്ട് വരുമോ? ഓക്കെ. ഹലോ അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു ബേബി ഷവറിൻ്റെ കാര്യം. ഞാൻ അതിനുവേണ്ടി പോവാട്ടോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് വിശേഷമൊക്കെ പറയാം. എന്നാൽ ശരി കേട്ടോ. ഓക്കെ, ബൈ. പറഞ്ഞു വരുമ്പോൾ ഇത് സർപ്രൈസ് ഒന്നും അല്ല, എന്നാലും ഒരു സർപ്രൈസ് പോലെ തോന്നണമല്ലോ. ഇതെന്തൊരു വലിയ സർപ്രൈസാ. ബേബി ഷവറോ? ഞാനിതൊന്നും ആലോചിച്ചു പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു. മോളെ, ഇപ്പോഴൊക്കെയല്ലേ ഈ ബേബി ഷവറൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് എൻ്റെ ദൈവമേ, ഓരോ ദിവസം കൂടുമ്പോ ഈ അമ്മ താനി തള്ളവായി ബായിക്കൊണ്ടിരിക്കുക. ടോണി, ഇതെങ്ങനെയാണ്? പിക്നിക്കിനാണോ സാരി ഇടുന്നത്? ഒന്നും മനസ്സിലായില്ലേ? അയ്യോ, ഇതങ്ങനെ ഒരു പൊട്ടൻ. ബ്യൂട്ടിഫുൾ ഡേ അല്ലേ? നല്ല വെതർ. കുറെ കാലമായിരുന്നു നമ്മളിങ്ങനെ കൂടിയിട്ട്. അതെങ്ങനെയാ? ലാസ്റ്റ് വീക്ക് മുഴുവനും ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നല്ലേ? ശരിയാണ്, നമുക്ക് റിലാക്സേഷൻ ഭയങ്കര ആവശ്യമാണ്. അനുവിനെ വിളിച്ചില്ലേ? അനു വരുന്നില്ലേ ഇന്ന്? വെറുതെ പറഞ്ഞേ. ആണോ? ഓക്കെ. അതെ ടോണി,
ഞാൻ മുന്നേ നടക്കാവേ. എൻ്റെ ഒരു വീഡിയോ ഒന്ന് പുറകെ നിന്ന് വരുന്നൊന്ന് എടുക്കണം. അതെന്തിനാ? അത് ഞാൻ ഈ പുതിയ സാരിയൊക്കെ കൊടുത്തേക്കുന്നല്ലേ, എല്ലാവരുടെയും ഒരു റിയാക്ഷൻ കാണാനാ. ഓക്കെ. ഹലോ, വാട്ട് എ സർപ്രൈസ്. വെൽക്കം വെൽക്കം. ഇതെന്നാണോ പള്ളിപ്പെരുന്നാളിന് വന്നാണോ? സോറി, അതെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞൊരു ഫോർമൽ ഡിന്നർ ഉണ്ട്, അതിനുവേണ്ടി ഡ്രസ്സപ്പ് ചെയ്താ. ഫോർമൽ ഡിന്നറിനാണോ ടോണി ഷോർട്സ് കിട്ടി വന്നിരിക്കുന്നത്? ഓ, അത് പിന്നെ പുള്ളി ആകെ മൊത്തത്തിൽ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണല്ലോ, അതുകൊണ്ട്. സൂക്ഷി നടക്കണേ. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നീ ഒരു അക്ഷരം മിണ്ടി പോയേക്കരുത്. ഓ വാവ്. What happened? നാളെ എല്ലാരും ടെന്നീസ് കോർട്ടിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ടെന്നീസോ? Why tennis? ആ, അത് അവരെല്ലാരും കൂടി എന്തിനോ മീറ്റ് ചെയ്യണം, നമ്മളോട് വരാൻ പറയുന്നുണ്ട്. We can go, പക്ഷേ ഇങ്ങനെ ഈ കാലിൻ്റെ സ്വെല്ലിങ് വെച്ച് പോകണോ? നോ, എൻ്റെ ടോണി ഇത്ര ഒരു പാവമായി പോയല്ലോ. നാളെ നമ്മൾ പോയില്ലേ എല്ലാ പ്ലാനും പൊളിയും. What plan? അതൊക്കെ ഉണ്ട്, നമുക്ക് ഏതായാലും പോണം. അതെ, ഫോൺ തന്നെ കാട്ടാ, ഞാൻ മുന്നിൽ നടക്കാം. ടോണി എൻ്റെ പുറകിൽ ഒരു വീഡിയോ എടുക്കണേ. ഓ, ചുരിദാർ റിയാക്ഷൻ അല്ലേ? ആ, ഓ തന്നെ എടുക്കാതെ. ഹലോ, എന്നിട്ടടാ ഓ എങ്ങനൊക്കെ പോകുന്നടാ? അതെന്താ ഇന്ന് നിനക്ക് ഡിന്നർ ഉണ്ടോ? ആ, ഇന്നും ഉണ്ട് ഒരു ഡിന്നർ. ആണോ? കട്ട് ചെയ്ത് കഴിയുമ്പോഴോ ഇവിടെ എന്ത് രസമുള്ള പരിപാടിയല്ലേ ഈ ബേബി ഷവർ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങനെയാ, പ്രസവത്തിന് വീടിയെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടേ വിട്ട് കുടുംബക്കാരെല്ലാം അങ്ങനെ വട്ടത്തിലിരുന്ന് നാട്ടുകാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അത് ഫസ്റ്റ് ഡെലിവറി നാട്ടിലായതുകൊണ്ടല്ലേ. ഇവിടെ ഒരെണ്ണം പ്ലാൻ ചെയ്യേ, ഇതിനെക്കാട്ടും അടിപൊളി ബേബി ഷവർ ഞങ്ങളിവിടെ തരും. പൊന്നോ വേണ്ട, ഇപ്പൊ ഉള്ളതിനെ തന്നെ മേയ്ക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങോട്ട് വിളിച്ച കറക്റ്റ് അങ്ങോട്ട് പോകുന്ന തങ്കപ്പെട്ട സ്വഭാവം കൊച്ചിന്റെ. എടാ, അവൻ നിങ്ങളുടെ ഒറ്റ മകനായതുകൊണ്ടാ. 1-2 സിബ്ലിങ്സ് ഒക്കെ ആവുമ്പോ അവൻ ശരിയായിക്കോളും, അവൻ മെച്ചൂർ ആയിക്കോളും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മൂവി നൈറ്റ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചേട്ടായിമാർ ഒരു പോക്കുണ്ട് ബേസ്മെന്റിലോട്ട് വെള്ളം അടിക്കാൻ. അങ്ങനെ വല്ലതും കാണുവാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വൈകിട്ട് 4:30-ക്കാണോ നിനക്ക് മോർണിംഗ് സിക്നസ്? ആ, നാട്ടില് മോർണിംഗ് ആണല്ലോ, അങ്ങനെ നോക്കിയാൽ മതി. ഓ, എല്ലാം എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വേണം കേട്ടോ, അത്രയും നേരം ഒന്നും നിൽക്കരുത്. എടി മണ്ടൂസേ, ഈ 7th മന്തിൽ നിന്നെ വിളിക്കുമ്പോ ഇത് ബേബി ഷവർ എന്ന് നീ ഓർക്കണ്ടടി? ഓ, ബേബി ഷവർ അല്ലേ? ഞാനാണ് അതിന്റെ കാര്യമൊന്നും ആലോചിച്ചു പോലും ഇല്ല. ഇത് കണ്ടില്ല, എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ എന്നെ കണ്ടില്ല. ഞാൻ ആ വൃത്തിയോടായിട്ടാ വന്നേ. അത് സാറില്ല, ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നുണ്ട്, നമുക്ക് പോയി റെഡിയാവാ.
ഇതെടുത്ത് അകത്ത് വെക്ക് തിരിഞ്ഞേ. പറഞ്ഞ കേക്കത്തില്ല. ആ നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. അങ്ങേരും എത്തിയിട്ടുണ്ട്. ആര് എബിയോ? അത് വരുമല്ലോ, ബൈ 1 get 1 പോലെ. കയ്യിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എപ്പത്തെ പോലെ ബാക്ക് കയ്യിലുണ്ട്. ആണോ? ഇപ്രാവശ്യം കൂടി എല്ലാം പാക്ക് ചെയ്തോണ്ട് എന്റെ സ്വഭാവം മാറും കേട്ടോ. നേരത്തെ വരുമെന്നാണ് ഇപ്പോഴാണോ? ഞാനൊരു ഇച്ചിരി ലേറ്റ് ആയി പോയത്. ഇന്ന് എല്ലാവരും പിങ്കും ബ്ലൂ അല്ലേ ഇടണം പറഞ്ഞത്? അയ്യോ, ഞാൻ തപ്പിയിട്ട് എന്റെ പിങ്കും ബ്ലൂ ഒന്നും കണ്ടില്ലെന്നേ. പിന്നെ ദേ ഇതിനകത്തുള്ള പിങ്കൊക്കെ വെച്ച് ഞാൻ അങ്ങ് ഒപ്പിച്ച്. നമ്മുടെ നാട്ടിലെ ഇതിന് മഞ്ഞതാ പറയുന്നത്. അതെ അതെ, നല്ല കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിനറിയാം അതിനകത്ത് വല്ലതും ഉണ്ടോ. എന്നാ സാധനം നോക്കിയേ. ഇന്നെടുക്കുന്ന ഫോട്ടോയും മുഴുവൻ ഷൈനാകാനുള്ള പരിപാടിയാണ്. ഇന്നല്ലാതെ അത് ഇപ്പോഴുള്ള പരിപാടിയാണ്. നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ അനുവിന്? അവള് വന്നിട്ട് കുറച്ചു നേരമായി. ഷൂ, അപ്പൊ ഞാൻ ലേറ്റ് ആയി പോയല്ലേ? ഒരുപാട്. നോക്ക്, 3-4 ആഴ്ചക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിന്നർ കഴിച്ച് മിച്ചം വരുന്ന ഒക്കെ എനിക്ക് പാക്കിങ്ങിനുള്ളതാ. നേരാ, വേറെ ആരും പാക്ക് ചെയ്യുന്നില്ല. അതെ അതെ. അയ്യോ, ഇത്രയും ഭക്ഷണോ? ഇതെല്ലാം കൂടി കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ? എനിക്കാണ് എപ്പോഴും അങ്ങ് ഒടുക്കത്തെ മോർണിംഗ് സിക്നെസ്സാ. എന്ത് കഴിച്ചാലും എടാ അതൊക്കെ അങ്ങ് മാറിക്കോളും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ ഫുഡൊക്കെ പിന്നെ നമുക്ക് ഗെയിംസ് കളിക്കണ്ടേ? ബേബി ഷവർ ഗെയിംസ്. വാ, നമ്മൾ ആദ്യത്തെ ഗെയിമാണ് ഇത്. ഇത് അനുവിന്റെ വയറിന്റെ വട്ടം നമ്മൾ ഊഹിച്ചിട്ട് ഇത് കട്ട് ചെയ്യണം. ആരാണോ ഏറ്റവും നന്നായിട്ട് ഇത് ഓൾമോസ്റ്റ് ചെയ്യുന്നത് അവര് പിന്നെ. ശരി, ഞാൻ തന്നെ ഐശ്വര്യമായിട്ടുണ്ടോ? ശരിയായില്ല. ഇത് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് ആയിരിക്കും. പിന്നെ എത്തുന്നില്ല. ചെറുതായി. ഞാൻ പറയാം കേട്ടോ. ഇത്ര ഇനി കാര്യമായിട്ട് മെഷർ ചെയ്യാട്ടോ. ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ട് അനു അവിടെ നിന്നോണേ. അല്ല, വെയിറ്റ് ചെയ്യും. ബുദ്ധിമതി ബുദ്ധിമതി. അവസാന നിമിഷം 6 അടിക്കാനാ. നേരത്തെ അറിയാം. നല്ല ഐഡിയ. കണ്ടോ? ബുദ്ധിമതി ബുദ്ധിമതി. ഈ കേക്കും ഫുഡും മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ഫൺ വേണ്ടേ? നമുക്ക് എന്തെങ്കിലും റീൽസ് ചെയ്താലോ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. എന്റെ സുജു നമ്മുടെ പുതിയൊരു സിനിമ ഇറങ്ങിയില്ലേ പൈങ്കിളി? അതിലൊരു ഓ ബേബി എന്ന് പറഞ്ഞ പാട്ടില്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള? നമുക്ക് അത് ചെയ്താലോ? വാ, ഇപ്പൊ തന്നെ എല്ലാവർക്കും സെറ്റ് ചെയ്യാം. വാ, എല്ലാരും അവിടെ വെച്ചേ. എല്ലാരും അപ്പൊ ഇതാക്കുക. നമുക്ക് അങ്ങനെ ആദ്യത്തെ ലിറിക്സ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ലിറിക്സിൽ അത് ഈ ഒരു സ്റ്റെപ്പ് എടുക്കും. അത് കഴിഞ്ഞ് അതിന് ഇറങ്ങി ഇങ്ങനെ വരും. ഞാനോ? துடிக்கிறேன். സുജു, ഓ എടാ നമുക്കത് പാക്ക് ചെയ്താൽ. അത് ശരിയാട്ടോ. അയ്യോ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പൊ എന്തെടുത്ത് കൊടുക്കും? കുറച്ച് തോരനും പുളിശ്ശേരിയും ഉണ്ട്, അത് കൊടുത്താൽ മതിയാവോ? ഈ ബീഫ് കറിയും മീനും ഒരു നേരത്തേക്കും കൂടെ ഒക്കെ ബാക്കിയുണ്ടാവും. നാണക്കേടായല്ലോ. ആദ്യമേ തന്നെ വലിയ ഡയലോഗ് അടിച്ചു നമ്മള്. നമ്മളൊന്നും പറയണ്ട. ഓ അയ്യോ, ക്ഷീണിച്ച്.
എന്താ പറ്റി എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ? ഓൾ വർക്ക്ഡ് അപ്പ്? സോറി അനു, ഞങ്ങളുടെ പ്ലാനിങ് ആകെ ഇങ്ങ് തെറ്റിപ്പോയി. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയാം അതെന്താ പറയാല്, ഫുഡേ ഉദ്ദേശിച്ചതുപോലെ ബാക്കി വന്നില്ല. അങ്ങനെ ഇത്രയും രുചിയായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ആൾക്കാരോട് കഴിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അനു അതോർത്ത് വിഷമിക്കണ്ട. അനുവിന് പറഞ്ഞ പോലെ 3 ആഴ്ചത്തേക്കുള്ള ഫുഡ് ഇവർ രണ്ടുപേരും കൂടെ നാളെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുതരും കേട്ടോ. അനു അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട. നിങ്ങൾ ഈ ചെയ്തതിന് ഞാൻ എങ്ങനെ താങ്ക് യു പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുഡ് ഒന്നും അല്ല ഞങ്ങളുടെ ഇവിടുത്തെ വിഷയം. എന്നെ പരിചരിച്ച് ടോണി ഒരു ഗതിയായിട്ടുണ്ട്. സോ വി ബോത്ത് റിയലി വാണ്ടഡ് an unwinding session and this has been so helpful. Thank you so much. ഇത്രയും ഫോർമാലിറ്റി ഒന്നും വേണ്ടടാ. ഫോർമാലിറ്റി ഒന്നും അല്ലെന്നേ. നമ്മൾ ഈ മറുനാട്ടിലൊക്കെ വന്ന് ജീവിക്കുമ്പം ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളല്ലേ ഭയങ്കര ചാലഞ്ച്ഫുൾ ആവുന്നേ. അമ്മയും അപ്പയൊക്കെ 2 നേരം എല്ലാ ദിവസവും ഒക്കെ വിളിക്കും. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് കിട്ടുന്ന ഒരു കെയർ, അതല്ലേ ഏറ്റവും വലുത്. ഇതൊക്കെ ഞാൻ ആകെ മൊത്തത്തിൽ കുറച്ച് ഇമോഷണൽ ആവുക. എനിവേസ്, മൂഡ് സ്വിങ്സ്. ഇത്രയും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കിട്ടുമ്പോൾ പ്രഗ്നൻസി ഒന്നും ഒരു ചാലഞ്ചേ അല്ല അല്ലേ? ഇതൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. ഇത് കിട്ടുന്നവരുടെ ആയിരിക്കും അടുത്ത ബേബി ഷവർ ഒന്നും ആർക്കാണാവോ ആ ഭാഗ്യം? പറയാൻ പറ്റില്ലേ. Happy baby shower to you. Happy baby shower to you. Happy baby shower dear Anu. Happy baby shower to you. അത് കേട്ട 20 എനിക്കിതെടുത്തേക്കാം. കേക്ക്. കേക്ക്. വേണ്ടതേ, വയറ് നിറഞ്ഞിരിക്കുക. ഇതാരും കഴിച്ചില്ലേ? ഇത് ഞാൻ കഴിക്കാം. ഇതൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. ഇത് കിട്ടുന്നവരുടെ ആയിരിക്കും അടുത്ത ബേബി ഷവർ.